ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നിഹാരം. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം കേട്ടോ. അപ്പം രാവിലത്തെ കുറച്ച് വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് ഇന്ന് വാവാണ്, നമ്മുടെ ഗ്ലാമാസിലെ വാവാണ്. അപ്പോൾ ഇവിടെ അച്ഛൻ വാവ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് രാവിലെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാവിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോവുകയാണേ. അപ്പോൾ ഞാനും രാകേഷ് ചേട്ടനും ലച്ചു അമ്പാടിയും കൂടെ പോകണം. അപ്പോൾ ലച്ചു മാറ്റിലെ കഴിഞ്ഞു, അമ്പാടിനെ ഡ്രസ്സ് ഇടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു താഴെയാണ്. അപ്പോൾ നമുക്കിനി പോവാം. ഇനി ഓരോ വിശേഷങ്ങൾ, ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. അങ്ങനെ അമ്പാടിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരനാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ അമ്പലത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ ബൈക്കിലാട്ടോ പോകണത്. 4 പേരും കൂടി ബൈക്കിലാണ് പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് അമ്പലം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി നേരെ വഴിപാട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവിടെ വേറെ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് കഴിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അമ്പാടിയും രാകേഷേട്ടനും ലച്ചും അവിടെ നിൽക്കുക കേട്ടോ. ഞങ്ങൾ വഴിപാടൊക്കെ പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ ചെയ്യിച്ചു. പിന്നെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പുഷ്പാഞ്ജലി ഇതിൻ്റെ പ്രസാദം കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പായസം തന്നു കേട്ടോ. നമ്പൂതിരി അവിടുന്ന് പുറത്തുനിന്ന് കഴിച്ചു വിടാൻ തെങ്ങ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കിട്ടി. പിന്നെ ഇവിടെ നിന്നൊരു കുഞ്ഞുമാവിടെ ചോറുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഉപ്പുമാവും പഴവും ചായയും കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ലച്ചുവിന് ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവളെ രാകേഷേട്ടൻ കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ പോയതാണ്. ഇത് ലച്ചുവിൻ്റെ ഫ്രണ്ടാട്ടോ, സ്കൂൾ ഫ്രണ്ടും കൂടിയാണ്, ഡാൻസ് ഫ്രണ്ടും കൂടിയാണ്. അവളുടെ പേര് അനന്തിത എന്നാട്ടോ. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഒന്ന് വെജിറ്റേറിയനാണ് ഫുള്ള്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി അമ്മായിയും ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് സംസാരിക്കുക. ഞങ്ങൾ പുറത്ത് സാധനങ്ങളൊക്കെ വെച്ചിരുന്നത് വെച്ചാൽ ചേച്ചിയുടെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ അതിന് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഇത് വല്യമ്മയാണ്, അച്ഛൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ, ഹൗസ് വാമിങ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഇനി അച്ഛൻ്റെ മൂത്ത പെങ്ങൾ വരാണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ മൂത്ത പെങ്ങൾ. അമ്മായി വന്നാൽ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് മിഠായി കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കലൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ. അപ്പോൾ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഇന്ന് പുറത്തിരുന്ന് ചായ കുടിക്കാൻ കേട്ടോ. പിന്നെ വൈകിട്ട് ഞങ്ങളിതാ അമ്മായിയും രാകേഷേട്ടനും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് എന്തൊക്കെയോ കഥ പറഞ്ഞിരുന്ന്. പിന്നെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ ചപ്പാത്തിയും കറിയും കൂട്ടി കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കിടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഡേ മൈ ലൈഫ്. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ